അങ്ങനെ നമ്മുടെ വരുണിനെ നമ്മുടെ കിഷോർ ചവിട്ടി മെതിക്കുകയാണ്. നമ്മുടെ രാധികാമ്മയുടെ മുന്നിലിട്ട് ചവിട്ടി മെതിക്കുകയാണ്. രാധികാമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തിനായിരിക്കും നമ്മുടെ കിഷോർ നമ്മുടെ വരുണിനെ ചവിട്ടി മെതിച്ചത്? എന്തിനായിരിക്കും രാധികാമ്മയുടെ മുന്നിൽ വെച്ച് ഒട്ടും ഭയമില്ലാതെ ഇങ്ങനെ പെരുമാറാൻ കിഷോറിന് തോന്നാനുണ്ടായ കാരണം? രാധികാമ്മ എന്തുകൊണ്ടായിരിക്കും അത് കണ്ടിട്ടും തടയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള ആ ഒരു എന്താ പറയുന്നത്, അറിയാനുള്ള ആ ഒരു താല്പര്യം, എന്താണ് കാര്യമെന്ന് അറിയാനുള്ള ആ ഒരു ജിജ്ഞാസയിലായിരിക്കും നിങ്ങൾ. അത് പറയാനായിട്ട് റെഡിയായിട്ട് ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല ബെല്ലൈക്കൺ കൂടി അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗീതു വന്നിട്ട് നമ്മുടെ രാധികാമ്മയോട് പറയുകയാണ്, നിങ്ങൾ അതായത് രാധികാമ്മ ഗീതുവിനോട് പറയും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അതിന് പിന്നിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗീതു രാധികാമ്മയോട് പറയുകയാണ്, അതായത് ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, രാധികാമ്മ ഗീതുവിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ച ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുക്കുകയാണ് രാധികാമ്മയെ. അങ്ങനെ രാധികാമ്മ പറയുന്നത് ഇത് ഗോവിന്ദിനെ കാണിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു പറയാണ് ഞാൻ കാണിക്കും, ഉറപ്പായിട്ട് ഞാൻ കണ്ണേട്ടനെ കാണിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് രാധികാമ്മ പറയണേ നീ അത് കണ്ണനെ കാണിക്കുകയാണെങ്കിലുണ്ടല്ലോ നീ പിന്നെ എന്നെ ജീവനോടെ കാണില്ല, ഞാൻ തീർച്ചയായും ആത്മഹത്യ ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഗീത ചോദിക്കുകയാണ്, നിങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാലേ എനിക്കൊന്നും തോന്നില്ല. പിന്നെ നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് ഒരു കണക്കിന് നല്ലതാണ്, ഭൂമിക്ക് അത്രയും ഭാരം കുറയുമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ്മ ആകെ പെട്ട രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, ഞാനങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ, പിന്നീട് ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അത് നിങ്ങൾ സാധിച്ചു തരുമെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയണം. അപ്പോൾ രാധികാമ്മ പറയണം, എന്താ നിനക്ക് വേണ്ടത്, എന്താണെങ്കിലും നീ തുറന്നു പറയേ, അത് ഞാൻ സാധിച്ചു തരും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത പറയണം, അങ്ങനെയാണെങ്കിൽ ശരി, എനിക്ക് വേണ്ടത് എന്താണെന്ന് പറയാം, പക്ഷേ സാധിച്ചു തരണം. അപ്പോൾ രാധികാമ്മ പറയണം നീ പറ. അപ്പോൾ ഉടനെ ഗീത പറയണം, എനിക്ക് വേറൊന്നും വേണ്ട, വരുണേട്ടനും നിങ്ങളും ഇവിടെ നിന്ന് പോകണം, അതാണ് എനിക്ക് വേണ്ടത്. ഇനി ഒരിക്കലും AGM-ലോ അറയ്ക്കൽ തറവാട്ടിലോ ഗോവിന്ദേട്ടൻ്റെ ഒരു സ്വത്തുക്കളിലും ഒരിടത്ത് നിങ്ങൾ വരാൻ പാടില്ല എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മ ആകെ ടെൻഷൻ ആവുകയാണ്, പേടിച്ചു പോവുകയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ രാധികാമ്മയുടെ ആ ഒരു വെപ്രാളം കാണുമ്പോഴത്തേക്ക് ഗീതു പറയണ്, ഞാനങ്ങനെ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല, നിങ്ങളും വരുണേട്ടനും ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാനും കണ്ണേട്ടനും സേഫായിരിക്കണം, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ആ സമയത്ത് രാധികാമ്മ പറയുകയാണ്, ഈ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ പേരിൽ കിഷോർ നമ്മളോട് ഇട്ട വിലയെന്ന് വെച്ചാൽ 10 കോടി രൂപയായിരുന്നു. കിഷോറിന് ഞങ്ങൾ ആ പണം ഇതുവരെ കൊടുത്തിട്ടില്ല, പക്ഷേ അത് നിനക്ക് തരുന്നതിന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിനക്ക് എത്ര രൂപയാണ് വേണ്ടത് അത് നീ പറ, ഈ 10 കോടി മതിയോ അത് അതിൽ കൂടുതൽ വേണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതു പറയണം, എൻ്റെ രാധികാമ്മേ, പറയുന്നതിനൊക്കെ ഒരിത്തിരി ഔചിത്യബോധം വേണ്ടേ? എൻ്റെ ഭർത്താവിൻ്റെ പണം തന്നെ കട്ടുമുടിച്ച് എനിക്ക് തരാമെന്നോ? ഇതൊക്കെ എന്ത് വർത്താനാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ രാധികാമ്മ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഗീതു പറയണ്, തൽക്കാലം നിങ്ങൾ എനിക്ക് പണമൊന്നും തരാനായിട്ട് നിൽക്കണ്ട, പക്ഷേ എനിക്കൊരു ധാരണ, അതായത് എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ചില അജണ്ടകളൊക്കെ ഉണ്ട്, അത് പാലിക്കണം എന്നിങ്ങനെ പറയണം. അപ്പോൾ രാധികാമ്മ അതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണം, ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഞാനിത് കണ്ണേട്ടനെ കാണിക്കാനും പോകുന്നില്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, അത് എന്താണെന്ന് വെച്ചാൽ നാളെ പ്രിയമോളെ കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ അവിടെ വെച്ച് അത് പറയും. അപ്പോൾ അത് രാധികാമ്മ സാധിച്ചു തരണം, അങ്ങനെയാണെങ്കിൽ ഈ ക്ലിപ്പ് ഒരിക്കലും കണ്ണേട്ടൻ കാണാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണ, എന്താണെങ്കിലും നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം എന്നിങ്ങനെ പറയണം. അങ്ങനെ ഗീതു അപ്പോൾ ഇങ്ങനെ കിഷോർ നിൽക്കുകയാണ്, ഇങ്ങനെ രാധികാമ്മ നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ രണ്ടിൻ്റെ ഇടയിൽ കൂടെ കയറ്റാൻ മറിക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. രണ്ടുപേരെയും കൂടെ ഇടയ്ക്കൂടെ ഇങ്ങനെ കയറി അങ്ങ് പോവുകയാണ് ഗീതു. അപ്പോൾ എന്നിട്ട് കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വരുണിനെ നോക്കുകയാണ്. വരുണിനെ നോക്കിയിട്ട് പറയണം, രാധികാമ്മയെ മാത്രമേ ഞാൻ ഈ ഒരു കേസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളൂ,
വരുണേട്ടൻ ഇപ്പോഴും എൻ്റെ ടാർഗറ്റ് തന്നെയാണ്. വരുണേട്ടനെ ഇതിൽ നിന്നൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. വരുണേട്ടൻ സൂക്ഷിച്ചോ എന്നിങ്ങനെ പറയുകയാണ്. വരുൺ അത് കേട്ടിട്ട് ഇങ്ങനെ ആകെ വിരണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താണ് വരുണിൻ്റെ നേരെ വരുന്നത്? അതായത് ഗീതു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വരുണും സുവർണയും കൂടി ചേർന്ന് സംസാരിച്ച ആ ഒരു ക്ലിപ്പൊക്കെ ഗീതുവിൻ്റെ കയ്യിലുണ്ടെന്നാണ് ഗീതു കള്ളത്തരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വിശ്വസിച്ചാണ് നമ്മുടെ വരുൺ ഇരിക്കുന്നത്. അങ്ങനെ അങ്ങ് ഗീതു കയറിപ്പോയതിന് ശേഷം നമ്മുടെ വരുണ് രാധികാമ്മയോട് പറയണം, അമ്മേ ഇത് കിഷോറാണ് നമ്മളെ ചതിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പുകളെല്ലാം ഇപ്പോൾ സുവർണ സംസാരിച്ചത്, ഞാൻ സംസാരിച്ചത്, അമ്മ സംസാരിച്ചത് ഇതെല്ലാം ഇവളുടെ കയ്യിൽ കാണും. അങ്ങനെയാണെങ്കിൽ കിഷോറിൻ്റെ കയ്യിലിരുന്ന ഈ വീഡിയോ ക്ലിപ്പ് ഇവളുടെ കയ്യിൽ വന്നെങ്കിൽ അത് കിഷോർ തന്നെയാവും ഇവൾക്ക് കൊടുത്തിട്ടുണ്ടാവുക. അവനെ അങ്ങനെ ഞാൻ ഇനി വെറുതെ വിടില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രാധികാമ്മയുടെ അടുത്ത് നമ്മുടെ വരുൺ പറയുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുന്നത്, രാധികാമ്മയുടെ കാറിൽ രാധികാമ്മ വന്നിങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ കിഷോറിനെ നമ്മൾ അടിച്ച് ചുരുട്ടുകയാണ് നമ്മുടെ വരുൺ. ഒറ്റ അടി കൊടുക്കുകയാണ് കിഷോറിനെ നമ്മുടെ വരുൺ. അടി കൊണ്ട് നമ്മുടെ ഇങ്ങനെ കാറിൻ്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ വീഴുകയാണ്. പുള്ളിക്കാരനെ ഇങ്ങനെ വലിച്ചു തൂക്കിയെടുക്കുകയാണ്. വീണ്ടും അടിക്കുകയാണ്. മുട്ട് കയറ്റി ഇങ്ങനെ ഇടിക്കുകയാണ്. അതിനുശേഷം നിലത്തിട്ട് ചവിട്ടുകയാണ്. അടി കൊണ്ട് നമ്മുടെ കിഷോർ ഇങ്ങനെ വീഴുകയാണ്. അപ്പോൾ കിഷോറിനെ വീണ്ടും അവിടെ നിന്ന് തൂക്കിയെടുക്കുകയാണ്. അവിടെ നിന്ന് എടുത്ത് വലിച്ചെറിയുകയാണ്. രാധികാമ്മയുടെ കാൽച്ചോട്ടിൽ നമ്മുടെ കിഷോർ വന്ന് വീഴുകയാണ്. അപ്പോൾ കിഷോർ പറയാണ് എന്നിട്ട് നമ്മുടെ കിഷോർ ഇങ്ങനെ വരുണിനെ ഇങ്ങനെ പിടിച്ചങ്ങ് തള്ളുകയാണ്. എന്നിട്ട് പറയണേ, എന്തിനാ എന്നെ തല്ലുന്നത്? നിങ്ങൾ എന്നെ തല്ലുകയാണ് കുറേ നേരമുണ്ട്. എന്തിനാ എന്നെ തല്ലുന്നത്? അതെനിക്കറിയണം, പറഞ്ഞിട്ട് തല്ല് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വരുൺ പറയണം, ഹെടാ പറഞ്ഞിട്ട് തല്ലാനാ, നിനക്കൊന്നും അറിയില്ല അല്ലേടാ. നീ എന്നോടും എൻ്റെ അമ്മയോടും 10 കോടി രൂപയാണ് നീ ആവശ്യപ്പെട്ടത്. 1 കോടി രൂപ നിനക്കതിന് തരുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോ ക്ലിപ്പൊക്കെ നീ ഗീതുവിന് കൈമാറി അല്ലേടാ. നീ വിശ്വാസവഞ്ചന കാണിച്ചില്ലടാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വരുൺ കാര്യം പറയുകയാണ് കിഷോറിനോട്. അപ്പോൾ കിഷോർ പറയണേ, ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചെന്നോ? ഞാൻ ഇതുവരെ അതൊന്നും ഗീതുവിന് കൊടുത്തിട്ടില്ല. ഗീതുവിനെ അറിയിച്ചിട്ട് കൂടിയില്ല. അല്ലെങ്കിൽ തന്നെ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. ഞാൻ ഈ കഷ്ടപ്പെട്ട് നേടിയതൊക്കെ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാനത് അവൾക്ക് എന്തിനു കൊടുക്കണം? അപ്പോൾ ഉടനെ രാധികാമ്മ ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ എങ്ങനെയാണ് നീ കൊടുത്തില്ലെങ്കിൽ എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗീതുവിൻ്റെ കയ്യിൽ ആ പ്രൂഫുകളൊക്കെ എത്തിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഇങ്ങനെ കിഷോർ ആലോചിച്ചിട്ട് കിഷോർ പറയണം, അങ്ങനെ ആ രേഖകളൊക്കെ ഗീതുവിൻ്റെ കയ്യിലെത്തിയെങ്കിൽ അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതെൻ്റെ ഭാര്യ അവർണികയാണ്. ഒരു പക്ഷേ ഞാൻ പോലും അറിയാതെ എൻ്റെ ഫോണിൽ നിന്നും അവളത് ചോർത്തിയിട്ട് ഗീതുവിന് കൈമാറിയതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവുകയാണ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യം. വരുണിനും അതുപോലെ തന്നെ രാധികാമ്മയ്ക്കും വ്യക്തമാവുകയാണ്. അപ്പോൾ ആ സമയത്ത് രാധികാമ്മ പറയണ, അപ്പോൾ ഒരുപക്ഷെ നീ പറഞ്ഞത് കണക്കായിരിക്കും ചിലപ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി എന്നിങ്ങനെ രാധികാമ്മ പറയാണ്. അപ്പോൾ കിഷോർ പറയണ, അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. കാര്യം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് നിങ്ങൾ ഇത്രയും നേരം എന്നെ തല്ലിച്ചതച്ചത്. പക്ഷേ ഇതിന് പകരം തരാതിരുന്നാൽ പറ്റില്ല എന്ന് പറയണേ. എൻ്റെ കയ്യിൽ ആ പ്രൂഫ് ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ ഗോവിന്ദ് സാറിന് കൈമാറുകയും ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ രാധികാമ്മ വിരണ്ടു പോവുകയാണ്. ഒപ്പം വരുണും. അപ്പോൾ രാധികാമ്മ പറയണേ, നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? പിന്നെ നിനക്ക് 10 കോടി രൂപ നീ ആവശ്യപ്പെട്ടു, അതുടനെ ഇന്ന് നടക്കില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ കിഷോർ പറയണം, 10 കോടി രൂപയുടെ കാര്യത്തിൽ ഞാൻ ഇവനോട് ചില കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 കോടി രൂപ എനിക്ക് ആദ്യം തരണം, അതിനുശേഷം ബാക്കിയുള്ള 8 കോടി രൂപ എനിക്ക് തവണകളായിട്ട് തന്നാൽ മതി എന്നുള്ള കാര്യം ഞാൻ വരുണിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതല്ല ഇവിടെ പ്രശ്നം. ഒരു തെറ്റും ചെയ്യാത്ത, വിശ്വാസവഞ്ചന കാണിക്കാതിരുന്ന ഇവനെന്നാ പറയുന്നത്, ഇവൻ എന്നെ തല്ലിച്ചതച്ചത്. അതുകൊണ്ട് ഈ തല്ല് എനിക്ക് തന്നില്ലേ, അതെല്ലാം നിങ്ങൾ തിരിച്ചെടുക്കണം എന്ന് പറയണം. അപ്പോൾ രാധികാമ്മ ഞെട്ടിപ്പോവാണ്. രാധികാമ്മ ചോദിക്കുകയാണ്, തല്ലിയത് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? അപ്പോൾ ഉടനെ തന്നെ കിഷോർ പറയണം, ഇവൻ എന്നെ തല്ലിയില്ലേ, ഇതെല്ലാം ഇവൻ എനിക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ എന്ന് പറയണം. ഞാൻ തല്ലുന്ന തല്ലെല്ലാം ഇവൻ മേടിക്കണം, എന്നാൽ മാത്രമേ ഇതിന് പകരം ആവുള്ളൂ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ രാധികാമ്മ ആകെ വിരണ്ടുപോയി. അപ്പോൾ ഉടനെ രാധികാമ്മ പറയണേ, നീ എന്താ കിഷോർ ഈ പറയുന്നത്? വരുണിനെ നിനക്ക് തല്ലണമെന്നോ? അതെ, തല്ലണം. ഇവൻ എന്നെ തല്ലിയില്ലേ, അതുപോലെ തന്നെ എനിക്ക് ഇവനെ പട്ടിയെ ചതയ്ക്കുന്ന കണക്ക് ചതയ്ക്കണം എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നിട്ട് വരുൺ പറയണം,
ആയിക്കോട്ടെ അമ്മേ, ആയിക്കോട്ടെ. എടാ, നീ എന്നെ എന്ത് വേണേലും ചെയ്തോ, എത്ര വേണേലും നീ തല്ലിക്കോ, എനിക്ക് ഒരു വിഷയമില്ല എന്നിങ്ങനെ വരുൺ പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ കിഷോർ പറഞ്ഞു, എന്നാൽ പിടിച്ചോടാ എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ഒരു ഇടി വരുണിങ്ങനെ. വരുൺ ഇടി കൊണ്ടിട്ട് ഇങ്ങനെ അങ്ങ് വീണു പോവുകയാണ്. വീഴുന്നിടത്ത് നിന്ന് വലിച്ചു തൂക്കിയെടുക്കുകയാണ്. അങ്ങനെ ഓരോ ഇടിയും വരുണിന് കൊടുക്കുന്ന സമയത്ത് രാധികാമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. മകനെ തല്ലുന്നത് കാണുമ്പോഴുണ്ടല്ലോ അമ്മയുടെ വയറിന് നോവുന്നുണ്ട്. എന്നാൽ കിഷോറിൻ്റെ മുന്നിലിട്ട് തല്ലിയപ്പോൾ നല്ല എന്താ പറയുന്നത്, ആസ്വദിച്ചാണ് നമ്മുടെ രാധികാമ്മ അത് കണ്ടുകൊണ്ടിരുന്നത്. അതേസമയം വരുണിനെ തല്ലു കൊടുത്തപ്പോൾ രാധികാമ്മയ്ക്ക് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഇങ്ങനെ പേടിച്ച് നിന്നാണ് അത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ രാധികാമ്മ. ശരിക്കും ഒരിടി ഇങ്ങനെ മുഖത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ രാധികാമ്മ ഇങ്ങനെ കണ്ണടച്ച് കളയുകയാണ്. പുള്ളിക്കാരത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരവസ്ഥയിൽ. അങ്ങനെ നമ്മുടെ കിഷോർ തല്ലിച്ചതയ്ക്കുകയാണ്. എന്നിട്ട് നിലത്ത് വലിച്ചെറിഞ്ഞിട്ട് കാല് പൊക്കുവാണ്, ചവിട്ടാനായിട്ട് കാലുയർത്തുകയാണ്. കാലുയർത്തിയിട്ട് പുള്ളിക്കാരൻ ചവിട്ടിയതൊന്നുമില്ല. എന്നിട്ട് വരുണിനോട് നമ്മുടെ കിഷോർ പറയണം, എടാ, നിന്നെ ഞാൻ ഇവിടെ തല്ലിച്ചതച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നീ എന്നെ കുറേ തല്ലിയില്ലേ, എനിക്കത് നിനക്ക് തരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നൊരു കാര്യം, നീ ഉണ്ടല്ലോ, നീ ഒന്നാം തരം വില്ലനാടാ. അതിനപ്പുറം വില്ലനാ ഞാൻ. രണ്ട് വില്ലന്മാർ തമ്മിൽ തല്ലിയാലുണ്ടല്ലോ ഒന്നും സംഭവിക്കില്ല. നായകനും നായികയും ജയിക്കത്തേ ഉള്ളൂ. നായകനും നായികയെയും തോൽപ്പിക്കണം എന്നുണ്ടെങ്കിലേ വില്ലന്മാർ ജയിക്കണം. വില്ലന്മാർ ജയിക്കണം എന്നുണ്ടെങ്കിലേ വില്ലന്മാർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വരുണിനോട് കിഷോർ പറയുകയാണ്. എന്നിട്ട് കൈ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കൊടുക്കുകയാണ്. നിലത്ത് വീണ് കിടക്കുന്ന വരുണിനെ കൈ പിടിച്ച് നമ്മുടെ കിഷോർ എഴുന്നേൽപ്പിക്കുകയാണ്. അതിനുശേഷം കിഷോർ പറയണം, ഇനി എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുമിച്ചായിരിക്കണം നിൽക്കേണ്ടത്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഗോവിന്ദ് സാറിനെയും ഗീതാഞ്ജലിയും തോൽപ്പിക്കാൻ പറ്റൂ. നമ്മൾ രണ്ടുപേരും തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ അതിനേ ഉള്ളൂ കാലം. പിന്നെ നമ്മൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിലേ വെറുതെ ഒന്നും നടക്കില്ല. എനിക്ക് തരാമെന്ന് പറഞ്ഞ 10 കോടി രൂപ, അതിൽ1 കോടി ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി 9 കോടി രൂപ എനിക്ക് കിട്ടിയിരിക്കണം. അത് ഒരുമിച്ചില്ലെങ്കിൽ തവണകളായിട്ട് എങ്ങനെയായാലും ക്യാഷ് എനിക്ക് കിട്ടിയിരിക്കണം എന്നിങ്ങനെ കിഷോർ വ്യക്തമാക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രാധികാമ്മ ആകെ വീണ്ടും പെട്ട ഒരു അവസ്ഥയിൽ നമ്മുടെ രാധികാമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അയ്യപ്പനെയും ഗോവിന്ദനെയാണ്. ഗണപതി ക്ഷേത്രത്തിൻ്റെ, അതായത് ഗണപതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ അയ്യപ്പൻ വിളക്ക് കത്തിക്കുന്ന അവിടെയാണ് രണ്ടാളും നിൽക്കുന്നത്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ആകെ ടെൻഷനിലാണ്. ഗീതുവിനോട് മനസ്സ് തുറക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ആദിയിലാണ് പുള്ളിക്കാരൻ. അങ്ങനെ നമ്മുടെ അയ്യപ്പൻ പറയാണ്, എൻ്റെ ഗോവിന്ദ് കുഞ്ഞേ, എന്താ ഇത്, എത്ര വീരശൂര പരാക്രമിയാണെന്ന് പറഞ്ഞാലും ഒരു പെണ്ണിൻ്റെ മുന്നിൽ പ്രണയം തുറന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണാണ് എന്നിങ്ങനെ പറയണം. ഒന്നുമില്ലെങ്കിലും അന്യരാരുമല്ലല്ലോ, സ്വന്തം ഭാര്യയല്ലേ. സ്വന്തം ഭാര്യയോട് മനസ്സിലിരിക്കുന്ന ഇഷ്ടം തുറന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തെന്നാ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പറയേണ്ടേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഗോവിന്ദ് പറയണം, അങ്ങനെ അല്ല അയ്യപ്പേട്ട, എനിക്ക് അവളോട് അത് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അപ്പോഴത്തേക്ക് അവൾ എൻ്റെ മുഖത്ത് നോക്കി അത് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കതൊരു വിഷമമായിരിക്കും. പിന്നെ ഞാൻ എന്നും അവളുടെ മുഖമല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? അവൾ വിചാരിക്കില്ലേ, ഇയാൾ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെയാണോ കരുതിയെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതെനിക്കൊരു വിഷമമാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അയ്യപ്പൻ പറയണ, എൻ്റെ കുഞ്ഞെ ഇത് പറഞ്ഞേ പറ്റൂ. ഇനി ഞാൻ ഒരു നിമിഷം പോലും കുഞ്ഞിനെ വെറുതെ വിടില്ല. ഇപ്പം തന്നെ കുഞ്ഞ് ചെന്ന് പറയണം. അത് പറ്റില്ല അയ്യപ്പേട്ട, എന്നെ കൊണ്ട് എന്തോ, ഞാൻ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് പറ്റുന്നില്ല പറയാൻ. അപ്പോൾ ഉടനെ ഗോവിന്ദനോട് അയ്യപ്പൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞ്, നല്ല ഒന്നാം തരം പനമ്പട്ട മുന്നിൽ കൊണ്ടിട്ടാലുണ്ടല്ലോ ആന അത് തിന്നാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, എന്താ അയ്യപ്പേട്ട ഇവിടെ ഒരു പനമ്പട്ടേരെയും ആനേരെയും കാര്യം, ഇവിടെ എവിടെ ആന, എവിടെയാ പനമ്പട്ട എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അയ്യപ്പൻ പറയണേ, എൻ്റെ പൊന്നു കുഞ്ഞ്, കുഞ്ഞ് തന്നെയാ എൻ്റെ ആന, പിന്നെ പനമ്പട്ടയെന്ന് പറയുന്നത് ഗീതുമോളാണ് എന്ന് പറയണം. അപ്പോൾ ഉടനെ ഇങ്ങനെ ഗോവിന്ദിങ്ങനെ അന്തം വിട്ടിക്കുകയാണ്. അപ്പോഴാണ് അയ്യപ്പൻ ബാക്കി പറയുവാണ്, എൻ്റെ പൊന്നു കുഞ്ഞ്, ആനയാകുന്ന ഗോവിന്ദ് കുഞ്ഞ് പനമ്പട്ടയാകുന്ന ഗീതുമോളെ സ്നേഹിക്കാതിരിക്കുന്നതിന് പിന്നെ എന്താ ഞാൻ പറയേണ്ടത്? അപ്പോൾ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അയ്യപ്പൻ ചോദിക്കണേ, എൻ്റെ കുഞ്ഞെ, ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ആനയുടെ മുന്നിൽ പനമ്പട്ട കൊണ്ടിട്ട അത് ആന തിന്നാതിരിക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം? അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണേ, അത് പിന്നെ ആനയ്ക്ക് വയറിന് വല്ല കുഴപ്പവും കാണും എന്ന് പറയാണ്. അപ്പം അയ്യപ്പൻ ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ് കുഞ്ഞിന് ഗീതുവിനോട് ഉള്ള സ്നേഹമൊന്നും പറയാതിരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആനയാകുന്ന ഗോവിന്ദ് കുഞ്ഞ് പനമ്പട്ടയാകുന്ന ഗീതുമോളെ ഭക്ഷിക്കാതിരിക്കണമെങ്കിൽ ഗോവിന്ദ് കുഞ്ഞിന് എന്തെങ്കിലും ഒരു എനക്കേട് ഉണ്ടാവില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം,
മനുഷ്യ, എന്തൊരു വൃത്തികേടാ നിങ്ങൾ ഈ പറയുന്നത്. എൻ്റെ പൊന്നോ, ഇത്രയും വൃത്തികേട് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊരു അഹങ്കാര മനുഷ്യൻ നിങ്ങൾ ഈ പറഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോൾ അയ്യപ്പൻ പറയണേ, കുഞ്ഞ് ഇത് തുറന്ന് പറയണം. ഇനി കുഞ്ഞിനത് പറയാൻ പറ്റില്ലെങ്കിലുണ്ടല്ലോ ഞാൻ പറയും എന്നിങ്ങനെ പറയണം. അത് നിങ്ങൾ എന്തെന്നാ പറയുന്നത്? അത് ഞാൻ പറയാം. പിന്നെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ഞാൻ പറയാം. കുഞ്ഞിന് വേണ്ടി ഞാൻ ഈ ത്യാഗം ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദനാണ്, നിങ്ങൾ വേണ്ട, നിങ്ങൾ പോയാൽ ശരിയാവില്ല. ഒരു ശരിയേടുമില്ല. ഇന്ന് തന്നെ കുഞ്ഞിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗീതുമോളെ അറിയിച്ചിട്ടേ ഞാൻ വരൂ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ ഇങ്ങനെ ഒരു പോക്കങ്ങ് പോവുകയാണ്. ഗോവിന്ദ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇപ്പം അയ്യപ്പേട്ടൻ പോയിട്ട് എല്ലാം അടിപൊളിയാക്കും, അപ്പോൾ എല്ലാം പോയി പറഞ്ഞ് സെറ്റാക്കിയിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് പുള്ളിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. പുള്ളി ഇങ്ങനെയൊക്കെ നോക്കുകയാണ്. നോക്കിയിട്ട് അയ്യപ്പനെ കാണുന്നില്ല. പിന്നെ ഇങ്ങനെ ചാടി പോവുകയാണ്. എന്നിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആകെ വിമിഷ്ടം, വെപ്രാളം, പരവേശം ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ് പുള്ളിക്കാരൻ. അതിനുശേഷം പുള്ളി താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പാണല്ലോ, സ്റ്റെപ്പ് ഇങ്ങനെ ചാടിയില്ല, തവള ചാടുന്നതൊക്കെ ചാടി ഇറങ്ങുകയാണ്. അതിനുശേഷം പുള്ളി ഇങ്ങനെ മാറി നിന്നിട്ട് നോക്കുമ്പോൾ ഷിബുവിനെ കാണുന്നില്ല. ഷിബു ബാക്ക് ഭാഗത്ത് നിന്ന് തുണിയല്ല വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോഴത്തേക്ക് ഷിബുവിനെ പുള്ളി കാണുന്നില്ല. അങ്ങനെ ആകെ പുള്ളിക്കാരന് വെപ്രാളം കയറിയിരിക്കുകയാണ്. പരവേശത്തിലാണ് പുള്ളിക്കാരൻ. അങ്ങനെ നേരെ ആ കാറ് കഴുകുന്ന അവിടെ ചെന്നിട്ട് ആ പൈപ്പ് എടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പുള്ളി ആ ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ തുടയ്ക്കുകയാണ്. അതിനുശേഷം താഴെ ബക്കറ്റിൽ കപ്പും വെള്ളമൊക്കെ വെച്ചിരിക്കുകയാണ്. ആ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വീശി ഒഴിക്കുകയാണ്. അപ്പുറത്ത് വശത്തിരുന്ന് തറയിലിരുന്ന് വണ്ടി കഴുകിയ ഷിബുവിൻ്റെ മേലാണ് വീണത്. ഷിബു ചാടി എഴുന്നേൽക്കുകയാണ്. ഷിബു ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഗോവിന്ദനെ കാണുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഗോവിന്ദ് ഇങ്ങനെ നോക്കുമ്പോൾ ഷിബുവിനെ കാണുകയാണ്. അപ്പോൾ ഷിബു പറയണേ, സാർ എന്തിനാണ് എൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചത്? ഷിബു അവിടെ ഇരുന്നോ? ഞാൻ കണ്ടില്ല എന്ന് പറയണം. എന്നിട്ട് ഗോവിന്ദ് പെട്ടെന്ന് ഇങ്ങനെ വണ്ടി തുടയ്ക്കുകയാണ് ക്ലോത്ത് വെച്ചിട്ട്. അപ്പോൾ ഷിബു എന്നിട്ട് പൈപ്പ് ഉണ്ടല്ലോ, ഓസ് ഇങ്ങനെ എടുത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദ്. അപ്പോൾ ഷിബു ചോദിക്കുകയാണ്, സാർ ഇത് എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ആ പൈപ്പിൽ ആ ഓസിൽ വെള്ളം മുഴുവനും ഗോവിന്ദിൻ്റെ മുഖത്താവുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓസ് എടുത്ത് കളഞ്ഞിട്ട് പുള്ളി വണ്ടി തുടയ്ക്കുന്ന ക്ലോത്ത് വെച്ച് മുഖം തുടയ്ക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഷിബു ചോദിക്കുകയാണ്, അയ്യോ സാറേ, അത് വണ്ടി തുടയ്ക്കുന്ന ക്ലോത്തല്ലേ, ഇത് വെച്ചാണ് മുഖം തുടയ്ക്കുന്നത് എന്ന് വയ്ക്കുമ്പോഴത്തേക്ക് ഉടനെ ഗോവിന്ദ് ഇങ്ങനെ ആ തുടച്ച ക്ലോത്ത് ഇങ്ങനെ നോക്കിയിട്ട് എടുത്ത് ഇങ്ങനെ കാറിൻ്റെ പുറത്തേക്ക് ഇടുകയാണ്. അതിനുശേഷം പറഞ്ഞു, അതൊക്കെ പറയണ്ടേ മോനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഷിബു പറയണം, മോനേന്നാ. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, അത് പിന്നെ ഷിബു എന്നിങ്ങനെ പറയണം. എന്താ സാറിന് പറ്റിയത്? ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ സാറ് ഇതെന്തൊക്കെയായി കാണിക്കുന്നത്? കാരണം വണ്ടി കഴുകുന്നു, തുടയ്ക്കുന്നു, വണ്ടിയിൽ ചെന്ന് അതിൽ പിടിക്കുന്നു, ഇത് പിടിക്കുന്നു, അങ്ങനെയൊക്കെ ഓരോരോ വിക്രിയകൾ കാണിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അല്ല ഷിബു, എനിക്ക് നിന്നോട് അയ്യപ്പേട്ടനെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ? അയ്യപ്പേട്ടനെ കുറിച്ച് എന്താ ഇപ്പോൾ പുതിയ സംശയം? വേറൊന്നുമല്ല, ഈ അയ്യപ്പേട്ടൻ ആളെങ്ങനെയാ? അതുകൊള്ളാം. അയ്യപ്പേട്ടൻ നല്ല ആൾ തന്നെയാണ്. പിന്നെ അയ്യപ്പേട്ടനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ അയ്യപ്പേട്ടനെ അത് പാലിക്കാൻ പറ്റുമെന്ന് ഷിബുവിന് തോന്നുന്നുണ്ടോ? അങ്ങനെ വെച്ച് നോക്കിയാലുണ്ടല്ലോ, അയ്യപ്പേട്ടനെ കായിന് കൊള്ളില്ല. അയ്യപ്പേട്ടനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ചാലുണ്ടല്ലോ, അയ്യപ്പേട്ടൻ അത് കുളമാക്കി ആകെ നാശമാക്കി കളയും. അതാ അയ്യപ്പേട്ടൻ്റെ സ്വഭാവം. പുള്ളിക്കാരൻ 2 പെഗ്ഗടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, പുള്ളിയുടെ കാര്യം പിന്നെ നോക്കേ വേണ്ട. അപ്പോൾ തന്നെ ഗോവിന്ദ് ചോദിക്കുകയാണ്, അയ്യപ്പേട്ടൻ പെഗ്ഗടിക്കുമോ? പെഗ്ഗടിക്കൂല. പെട്ടെന്ന് ഷിബു അതങ്ങ് വിഴുങ്ങി. അയ്യപ്പേട്ടൻ പെഗ്ഗൊന്നും അടിക്കില്ല. അയ്യപ്പേട്ടൻ പെഗ്ഗടിച്ച പോലെയാണ് ചില സമയത്ത് അയ്യപ്പേട്ടൻ്റെ രീതികളെന്ന് പറഞ്ഞതാണ്. അങ്ങനെ. പിന്നെ അയ്യപ്പേട്ടനാണെങ്കിൽ വെച്ച് നോക്കിയാലുണ്ടല്ലോ, പുള്ളിക്കാരൻ ആളൊരു പാവമാണ്. ശുദ്ധൻ ദുഷ്ടന് ഫലം ചെയ്യുന്നതാണല്ലോ പറയുന്നത്. പുള്ളിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. പുള്ളി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാലുണ്ടല്ലോ, പുള്ളി അത് നമ്മൾ പറയുന്ന രീതി ആയിരിക്കുമല്ലോ ചിലപ്പോൾ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഷിബു പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദിന് ആകെ ആദിയായി. അപ്പോൾ ഗോവിന്ദ് ചിന്തിക്കണം, ഈശ്വരാ, ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന്, ആകെ നാശമാക്കോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ചിന്തിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ആകെ അങ്ങോട്ട് ചെന്നള്ളുന്നു, ഇങ്ങോട്ട് ചെന്നള്ളുന്നു. പുള്ളിക്കാരൻ അങ്ങോട്ട് നടന്ന് ഇങ്ങനെ പിടിക്കുന്നു, അതിനുശേഷം ഇങ്ങനെ ആക്കുന്നു. ശ്വാസം ഇങ്ങനെ ദീർഘശ്വാസം എടുക്കുന്നു. ഇങ്ങനെയൊക്കെ പല കോലങ്ങളും ഗോവിന്ദ് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഷിബു ആണെങ്കിൽ ഇങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താ ഈ സാർ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. അപ്പോൾ ഷിബുവിൻ്റെ അടുത്ത് വന്നിട്ട് ഗോവിന്ദ് ചോദിക്കണം, ഷിബു ഒരു സിഗരറ്റ് തരാനുണ്ടോ? അപ്പോൾ തന്നെ ഷിബു ഇങ്ങനെ നോക്കിയിട്ടാണ്,
സാർ സിഗരറ്റ് വലിക്കില്ലല്ലോ, പിന്നെന്താ പെട്ടെന്നിങ്ങനെ? അല്ല, സിഗരറ്റ് വലിക്കില്ല, പക്ഷെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ ടെൻഷനൊക്കെ വരുന്ന സമയത്തേ ഈ സിഗരറ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടുമെന്ന്. അപ്പോൾ ഉടനെ ഷിബു പറയണേ, എൻ്റെ കയ്യിലിരുന്ന് തീർന്നു, എൻ്റെ കയ്യിൽ സിഗരറ്റ് ഇല്ല, ഞാൻ മേടിക്കണോ? വേണമെങ്കിൽ പോയി വാങ്ങിച്ചിട്ട് വരാം. ആ, എന്നാൽ ഷിബു പോയി വേഗം പോയി സിഗരറ്റ് വാങ്ങിച്ചിട്ട് വാന്ന് പറയണേ. അങ്ങനെ നമ്മുടെ ഷിബു സിഗരറ്റ് മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിനെന്ന് വെച്ചാൽ നമ്മുടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അയ്യപ്പേട്ടൻ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് കയറി പോവുകയാണ് അയ്യപ്പേട്ടൻ. അതേസമയത്ത് രേഖയും ഗീതുവും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ രേഖ ഗീതുവിനോട് പറയാണ്, ഗീതു മോളെ, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പുറത്ത് പോയിട്ട് തിരിച്ചു കയറി വന്ന അമ്മയും മോനും ഉണ്ടല്ലോ, അതായത് വരുണും രാധികയും, അവർ തമ്മിൽ തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ ശത്രുക്കളെ പോലെ കടിച്ച് കീറുന്നാണൊക്കെ വന്നത്. എന്താ കാര്യമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണേ, ആകെപ്പാടെ രാധിക അമ്മയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നത് വരുണേട്ടനോടാണ്, ഇപ്പം എന്താ അമ്മയും മോനും ശത്രുക്കളായോ എന്നിങ്ങനെ ചോദിക്കണം. അറിയില്ല, അതെന്ത് പറ്റിയെന്ന് അറിയില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അവർ കാണുന്നതെന്ന് വെച്ചാൽ അയ്യപ്പേട്ടൻ ഇങ്ങനെ നിന്ന് ഇങ്ങനെയാക്കുന്നു, അതുപോലെ ഇങ്ങനെയൊക്കെ ആക്കുന്നു നമ്മുടെ അയ്യപ്പേട്ടൻ. ഇതെന്ത് പറ്റി അയ്യപ്പേട്ടന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ രേഖ പറയണേ, എൻ്റെ ഗീതു, എന്തോ അയ്യപ്പേട്ടന് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഞാൻ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അയ്യപ്പേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവാം എന്നിങ്ങനെ പറയണേ. അപ്പോൾ ഉടനെ ഗീതു പറയണ, അല്ല രേഖേച്ചി, ഇതെന്താ ഇങ്ങനെയൊക്കെ? ഒരാളോട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്താ അയ്യപ്പേട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ അയ്യപ്പേട്ടന് എന്നിങ്ങനെ നോക്കണം. അയ്യപ്പൻ്റെ ഇങ്ങനെ നടക്കുകയാണ്. പുള്ളി നടന്നിട്ടൊരു സൈഡിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെയാക്കുന്നു, പിന്നെ ഇങ്ങനെയാക്കുന്നു. ഇങ്ങനെയൊക്കെ അയ്യപ്പേട്ടൻ പല കോലങ്ങളും ആക്കുകയാണ്. ഇതിങ്ങനെ ഗീതു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഗീതു പറയണം, ഞാൻ എന്തായാലും ചെല്ലട്ടെ രേഖിച്ച്, ഞാൻ ചെന്നിട്ട് അയ്യപ്പനോട് കാര്യം തിരക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ അയ്യപ്പൻ്റെ അടുത്ത് വരികയാണ്. അയ്യപ്പൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കണം, അയ്യപ്പേട്ടാ എന്ന് വിളിക്കുകയാണ്. എന്താ ഗീതു മോളെ? അല്ല അയ്യപ്പേട്ടന് ഇത് എന്താ പറ്റിയത്? അയ്യപ്പേട്ടൻ എന്താ ഇങ്ങനെ? അതൊന്നുമില്ല മോളെ, അത് പണ്ടുള്ളവർ പറയുന്ന ചുമ്മാതല്ല. ഒരു പെണ്ണിൻ്റെ കൂടെ മനസ്സിലിരിക്കുന്നത് തുറക്കുന്നു പറയാൻ പറ്റില്ല എന്ന് ഗോവിന്ദ കുഞ്ഞ് പറയുമ്പോൾ ഞാൻ ഒരുപാട് മനസ്സിൽ പറയുക കേട്ടോ. ഞാൻ ഒരുപാട് കുഞ്ഞിനെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എത്ര വലിയ മഹായുദ്ധം വേണമെങ്കിലും ചെയ്യാം, ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കി പ്രണയം തുറന്ന് പറയാൻ പറ്റില്ല. ഗോവിന്ദ കുഞ്ഞിനെ ഇനി കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ഗീതു വിളിക്കണം, അയ്യപ്പേട്ടാ എന്ന് വിളിക്കണം ഗീതു. അപ്പോൾ ഉടനെ നമ്മുടെ അയ്യപ്പ മോളെ, ഗീതു മോളെ, എന്താ അയ്യപ്പേട്ടാ? അതെ, അത് പിന്നെ അയ്യപ്പേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അയ്യപ്പേട്ടന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കോ? അങ്ങനൊന്നുമില്ല. എങ്കിൽ പിന്നെ അയ്യപ്പേട്ടന് എന്താ പ്രശ്നം? ശാരീരികമായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ശാരീരികമോ? എനിക്കോ? ഇല്ല. എങ്കിൽ പിന്നെ അയ്യപ്പേട്ടൻ എന്താ മാനസികമായിട്ട് വല്ല കുഴപ്പമുണ്ടോ? എനിക്കോ? മാനസിക രോഗം അല്ല അയ്യപ്പേട്ടന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നോ, മനസ്സിന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അയ്യപ്പ ഉടനെ പറയണം, ഇല്ല, എനിക്കൊരു വിഷമമില്ല. പിന്നെന്താ അയ്യപ്പേട്ടൻ്റെ പ്രശ്നം? അയ്യപ്പേട്ടൻ നേരത്തെ കാണുന്ന കണക്കല്ലല്ലോ. അയ്യപ്പേട്ടനെ ഞാൻ ഇങ്ങനെ ഒരു പാവത്തിൽ കണ്ടിട്ടേയില്ല. പിന്നെ എന്താ പറ്റിയത്? അത് മോളെ, ഇറണ്ടം കെട്ടാ? അതെന്താ? അത് ഇറണ്ടം കെട്ട്. അപ്പോൾ ഉടനെ നമ്മുടെ രേഖ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഉടനെ രേഖ പറയണം, അത് അയ്യപ്പേട്ട, ഇറണ്ടം കെട്ടെന്ന് പറയുന്നത് ആനയ്ക്ക് വരുന്നൊരു രോഗമല്ലേ? അതിന് ഇവിടെ ആനയില്ലല്ലോ, പാപ്പാനല്ലേ ഉള്ളൂ എന്നിങ്ങനെ രേഖ പറയാണ്. അപ്പോൾ അയ്യപ്പൻ പറയണം, ആനയുണ്ട്. ഗീത വയ്ക്കണം, എവിടെയാ ആന? അതെ, ഗോവിന്ദ കുഞ്ഞാണ് എൻ്റെ ആന. അതെ, ഗോവിന്ദ കുഞ്ഞാണ് എൻ്റെ ആന. അപ്പോൾ കണ്ണേട്ടിനെന്താ? ഗോവിന്ദ കുഞ്ഞിനെ ഇറണ്ടം കെട്ട്. അപ്പോൾ തന്നെ ഗീത വയ്ക്കണേ, കണ്ണേട്ടിന് കുറച്ച് മുമ്പ് ഞാൻ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണേട്ടിന് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഉടനെ അയ്യപ്പൻ പറയണേ, എൻ്റെ മോളെ ഒന്നും പറയാനില്ല, ഗോവിന്ദ കുഞ്ഞ് അവിടെ പുറത്ത് നിൽപ്പുണ്ട്, നീ പോയി നോക്ക്. കുഞ്ഞിൻ്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. അപ്പോൾ ഉടനെ ഗീതു ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണ് ഗോവിന്ദന് സംഭവിച്ചതെന്നറിയാൻ വയ്യ, ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണോ എന്തോ. ഇനി
ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നാളെ ഒരു റിവ്യൂ വരുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കാണുമ്പോൾ അറിയാം ഗീതു അവിടേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നാളത്തെ റിവ്യൂ വരെ നിങ്ങൾ കാത്തിരിക്കണം. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ വരും, അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അറിയാം ഗീതുവും ഗോവിന്ദും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം. കാരണം ഷിബുവിനെ സിഗരറ്റ് മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തി. ഇനി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്? ഇനി ആകെ ഗോവിന്ദിനെ എടുത്ത് നിലത്തെടുത്ത് ചുട്ടിക്കൂട്ടി ദൂരെ എറിയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അത് കണക്ക് തന്നെ പ്ലേ ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെന്താണ്, കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ചിലരൊക്കെ കമൻ്റ് എനിക്കറിയാം, എനിക്ക് കമൻ്റ് ഇടുന്നവരെ ഞാൻ നോക്കി വച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഭയങ്കര സ്നേഹമുണ്ട് എനിക്ക് അവരോട്. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്തേക്കുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ പെട്ടെന്ന് വരാം. ഇപ്പോൾ വരാൻ താമസിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ മഴയുടെ പ്രശ്നമാണ്. മഴ കാറ്റൊക്കെ ആയതുകൊണ്ട് ഇവിടെ കറണ്ടില്ല. കാറ്റടിച്ചാൽ ഉടനെ കറണ്ട് പോകുന്നൊരു ഏരിയയാണ് ഗൈസ്. അപ്പോൾ ഇനി കറണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് വീഡിയോ ഒക്കെ വരാൻ താമസിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ നല്ല കാലാവസ്ഥയാണ്, മഴയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ വീഡിയോകളൊക്കെ പറന്ന് പറഞ്ഞ് എത്തും. ഇനി ഗുഡ് നൈറ്റ്.